ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജുവാണ്. എല്ലാവർക്കും ഡ്രീം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പെരട്ടാണ്. രുചികരമായ ചിക്കൻ പെരട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ചേരുവകൾ: 250 ഗ്രാം ചിക്കൻ കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചെടുത്തതാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ തൈര്, മസാല നോക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 3 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 കറുവപ്പട്ട, 2 ഏലക്ക. നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഒരു 2-3 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഒരു 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ ഏത് കറികൾ ഉണ്ടാക്കിയാലും, മസാലയൊക്കെ ഉപയോഗിച്ച കറികൾ ഏതുണ്ടാക്കിയാലും ഇങ്ങനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് ഒന്ന് പൊടിച്ചൊക്കെ ചേർക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു രുചിയാണ്. പ്രത്യേകിച്ചും ചിക്കൻ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ ഒരു മുളക് ചാടിപ്പോയിട്ടുണ്ട്, ഞാൻ ഒന്ന് എടുത്തിട്ടിട്ട് വരാം. നന്നായി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. പിന്നെ അല്ലെങ്കിൽ കറികളൊക്കെ ഒരു കയ്പ്പിരസം വരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഈ മസാല ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് ചിക്കൻ എടുത്ത് ഇടുക. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നാരങ്ങ നീര്, തൈര്. നല്ല കട്ട തൈര് ചേർക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരുപാട് ലൂസായിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് മസാലയെല്ലാം ഒരുപാട് വെള്ളമായി പോകും. അതുകൊണ്ടാണ് കട്ട തൈര് ഉപയോഗിക്കാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. അതുപോലെ നന്നായി അതിനെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇത് ഏകദേശം ഒരു 30 മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം. മിനിമം ഒരു 30 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ വെക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഏകദേശം 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. മസാല എല്ലാം ചിക്കന് നന്നായി പിടിച്ച് കാണും. ഈ സമയത്തിനുള്ളിൽ നാരങ്ങ നീരൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മസാല പിടിക്കും. ഒരു ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇത് വെളിച്ചെണ്ണയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിലൊക്കെ ചേർക്കുന്ന കറികൾക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പിടിയോളം കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കുറച്ചധികം കറിവേപ്പില ചേർത്താൽ. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാനും കിട്ടും. ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റാണ്.
അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും സവാളയും എല്ലാം നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ. നേരത്തെ ചിക്കന് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് പച്ചമുളക് 2-3 എണ്ണം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഒക്കെ പുരട്ടി വെച്ച ചിക്കന് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ലേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ തൈരും അതുപോലെ തന്നെ നാരങ്ങനീരും ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ നാരങ്ങനീരിൻ്റെയും അതുപോലെ തൈരിൻ്റെയൊക്കെ അളവൊന്ന് കുറച്ചിട്ട് ഒരു തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെന്ത് നല്ല പരുവായിട്ട് കിട്ടും. ഏകദേശം ഒരു 30 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പരുവായി വെന്തിട്ടുണ്ട്. അതിനുള്ളിൽ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർത്തിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ആ ഒരു ടേസ്റ്റും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. അതിനാണ് ഈ സമയത്തൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനൊക്കെ നല്ല പരുവായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ഉള്ളതാണ് ചിക്കൻ പെരട്ടാണിത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.